بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن جاهد فإنما يجاهد لنفسه إن الله لغني عن العالمين. والذين آمنوا وعملوا الصالحات لنكفرن عنهم سيئاتهم ولنجزينهم أحسن الذي كانوا يعملون. ووصينا الإنسان بوالديه حسنا وإن جاهداك لتشرك بما ليس لك به علم فلا تطعهما إلي مرجعكم فأنبئكم بما كنتم تعملون. والذين آمنوا وعملوا الصالحات لندخلنهم في الصالحين. ومن الناس من يقول آمنا بالله فإذا أوذي في الله جعل فتنة الناس كعذاب الله ولئن جاء نصر من ربك ليقولن إنا كنا معكم أوليس الله بأعلم بما في صدور العالمين. صدق الله مولانا العظيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. എത്തിക്കാഫിൻ്റെ നിയ്യത്തോടുകൂടെയുള്ള നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഖുർആനിൻ്റെ നൂറും തണലും ശഫാഅത്തും ലഭിക്കുന്നവരിൽ അല്ലാഹു സാധുക്കളാകുന്ന നമ്മെയും നാമുമായി ബന്ധപ്പെട്ട സർവ്വ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിയാനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ആഖിബത്ത്, അദ്ദേഹത്തിൻ്റെ അവസാനം അള്ളാഹു നന്നാക്കി കൊടുക്കും. ആ ആഖിബത്ത് നന്നാവുക എന്നത് അവൻ മരണപ്പെടുന്ന വർഷത്തിൽ മുഴുവനും സംഭവിക്കാം, അല്ലെങ്കിൽ അവൻ മരണപ്പെടുന്ന മാസത്തിൽ സംഭവിക്കാം, അവൻ മരണപ്പെടുന്ന ദിവസത്തിൽ സംഭവിക്കാം, മരണപ്പെടുന്നതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് വരെ, അഥവാ അവൻ മലക്കുകളെ കാണുന്നതിൻ്റെ മുൻപ് വരെയുള്ള സമയം അപ്പോഴും സംഭവിക്കാം. ആ സമയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന തൗബകൾ, ഇസ്തിഗ്ഫാറുകൾ എല്ലാം പടച്ച റബ്ബ് പരിഗണിക്കുന്നതാണ് എന്നാണ് നാം മൊത്തത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ വിഭാഗക്കാരിൽ നിന്ന്, അഥവാ അവസാനം നന്നാകുന്നത് എന്ന് പറഞ്ഞ വ്യത്യസ്തങ്ങളായ വിഭാഗമായി തിരിച്ചപ്പോൾ അതിൽ ഏറ്റവും ഉത്തമരായ വിഭാഗം ആരാണ്? മറ്റൊരു വഹുവമൻ യുഫിനി ഉംറഹു ഫി ത്വാഅതി ثم ينبه على قرب الأجل ليجد في التزود ويتهيأ للرحيل بعمل يصلح للقاء يكون خاتمه للعمل. അഥവാ ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ എന്നും നല്ലത് ചെയ്യുന്നവരാണ്. ഏതു സമയത്തും എപ്പോഴും നല്ലതേ അവരിൽ നിന്ന് സംഭവിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ വഹുവ അഷ്റഫുൽ അഖ്സാബി വഅർഫഉഹ, അവരാണ് ഏറ്റവും നല്ലവർ. എന്നും അവരിൽ നിന്ന് നല്ലതേ ഉണ്ടാവുകയുള്ളൂ.
എന്നാൽ അവർക്ക് ഈ ലോകത്തിൽ നിന്ന് പോകാനുള്ള സമയമായി കഴിഞ്ഞാൽ ആ വിവരം പടച്ച റബ്ബ് അവർക്ക് കൊടുക്കുകയും നിലവിൽ അവർ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളിൽ കൂടുതൽ ഉന്മേഷമുണ്ടാവുകയും കൂടുതൽ താല്പര്യമുണ്ടാവുകയും ചെയ്യുന്ന അമലുകൾ കൂടുതൽ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എത്തിക്കുന്നതാണ്. ഈ വിഭാഗക്കാരാണ് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, പടച്ച റബ്ബിൻ്റെ പരിഗണന ലഭിച്ച ആളുകൾക്ക് അല്ലാഹു തആല പ്രത്യേകമായ മലക്കുകളെ തന്നെ ഏർപ്പാടാക്കി കൊടുക്കും. മരണപ്പെടുന്നതിൻ്റെ 1 വർഷം മുൻപ് ഒരു മലക്കിനെ അല്ലാഹു തആല അവർക്ക് ഏർപ്പാട് ചെയ്തു കൊടുക്കും. ആ മലക്കിൻ്റെ സഹായത്തോടു കൂടെ നന്മകളിൽ പങ്കാളികളാകുവാനും ഖൈറായ അമലുകൾ ചെയ്യാനുമുള്ള ഒരു പ്രചോദനമുണ്ടാവുകയും അതിനുള്ള മാനസികവും ശാരീരികവുമായ കഴിവ്, സന്നദ്ധത അവരിൽ ഉദ്ഭൂതമാവുകയും ചെയ്യും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, വിശുദ്ധമായ റമദാനു ശരീഫ് വന്നാൽ റമദാനിലും അല്ലാതെയുമൊക്കെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്ന വിഷയമോ അല്ലെങ്കിൽ ഖുർആൻ ഖത്മ് തീർക്കുന്ന വിഷയമോ ഒന്നും 75ഉം 85ഉം ഒക്കെ വയസ്സുള്ള ഉമ്മാമമാരെ ഉപ്പാപ്പമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു പ്രശ്നമാകില്ല. 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുക എന്നത് അവർക്കൊരു വിഷയമേ ആവുകയില്ല. അവർ നിസ്കരിക്കും. ആ ഉമ്മാമയെ തന്നെ ഉപ്പാപ്പയെ തന്നെ മുസല്ലയിൽ നിന്ന്, അവർ നിസ്കരിച്ച ആ മുസല്ലയിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക്, ഭക്ഷണ ഹാളിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ 2 ഭാഗത്തും ആളുകൾ പിടിച്ച് താങ്ങിപ്പിടിച്ചിട്ടേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അത്രയും ശാരീരികമായി തളർന്നുപോയ ആളുകൾ പക്ഷേ ഇബാദത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ, നിസ്കാരപ്പായയിലെത്തുമ്പോൾ, ഖുർആനിൻ്റെ മുമ്പിലെത്തുമ്പോൾ അവർക്ക് എവിടെ നിന്നോ ഒരു പ്രത്യേകമായ എനർജി വരികയാണ്. 18കാരനും 19കാരനും 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ ഒരു സാമ്രാജ്യം കീഴടക്കിയ പ്രതീതിയോടുകൂടെ അവനത് വല്ലാത്ത ഒരു വിഷയമായി തോന്നുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു വിഷയമേ അല്ല, അവരത് ചെയ്തു തീർക്കുകയാണ്. എവിടെ നിന്നാണ് ആ മാനസികമായ സപ്പോർട്ട് കിട്ടിയത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ശാരീരികമായ ആ എനർജി അവർക്ക് വന്നത്? അതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. പടച്ച റബ്ബ് പരിഗണിച്ച വ്യക്തികളാണെങ്കിൽ പ്രത്യേകമായ ഒരു മലക്കിനെ തന്നെ അള്ളാഹു അവർക്ക് ഏർപ്പാട് ചെയ്തു കൊടുക്കും. ആ മലക്കിൻ്റെ സഹായത്തോടു കൂടെ അവരിൽ നിന്ന് നല്ലത് സംഭവിക്കും. എന്നാൽ ആ വിഭാഗത്തെ വ്യത്യസ്ത കാറ്റഗറികളായി നാം തിരിച്ചപ്പോൾ അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് എന്നും നല്ലതേ അവരിൽ നിന്നുണ്ടാവുകയുള്ളൂ. ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് പറയട്ടെ, നേരത്തെ പറഞ്ഞതു തന്നെയാണെങ്കിലും 40 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ വ്യക്തി സ്വർഗത്തിലേക്കുള്ളവനാണോ നരകത്തിലേക്കുള്ളവനാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് സ്വന്തമായി അടയാളപ്പെടുത്താൻ അവർക്ക് കഴിയുന്നതാണ്. എങ്ങനെയാണത്? ഒരു ദിവസം അവൻ്റെ ആ ദിവസം പൂർത്തിയായി രാത്രി സമയത്ത് കിടക്കാൻ വേണ്ടി അവൻ കിടക്കപ്പാഴയിലേക്ക് വരുന്ന സമയം അവിടെ ഇരുന്നു കൊണ്ട് അവൻ്റെ കഴിഞ്ഞുപോയ ആ ദിവസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നന്മകളാണോ തിന്മകളാണോ കൂടുതലുള്ളത് എന്ന് അവൻ പരിശോധന നടത്തുമ്പോൾ നന്മകൾ കൂടുതൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി സ്വർഗത്തിലേക്കുള്ള ആളാണെന്ന് മനസ്സിലാക്കാം. അതേ സമയത്ത് തിന്മകളാണ് അവൻ്റെ ജീവിതത്തിൽ കൂടുതൽ കടന്നു വരുന്നത് എങ്കിൽ അവൻ നരകത്തിലേക്കുള്ള ആളാണെന്ന് മനസ്സിലാക്കാം. ഇതിലേക്ക് സൂചന നൽകിയിട്ട് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് പ്രിയപ്പെട്ടവരെ. 40 വയസ്സ് പൂർത്തിയായതിൻ്റെ ശേഷം അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ നന്മകളെക്കാളേറെ തിന്മകളാണ് കടന്നു വരുന്നത് എങ്കിൽ അവൻ നരകത്തിൽ കിടന്ന് വെന്തുരുകാൻ ഒരുങ്ങിക്കൊള്ളട്ടെ. അങ്ങനെയാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അള്ളാഹു നമുക്കാക്കട്ടെ. അപ്പോൾ ഇത് നമുക്ക് തന്നെ പരിശോധിക്കാം. ഇന്ന് എന്തൊക്കെയാണ് എന്നിൽ നിന്ന് സംഭവിച്ചത്? 5 റക്അത്ത് ഫർദ് നിസ്കാരം ഞാൻ നിസ്കരിച്ചു. മുൻപും ശേഷവുമുള്ള റവാത്തിബുകൾ നിസ്കരിച്ചു. വിശുദ്ധ ഖുർആൻ ഇന്ന് ഞാൻ ഓതി. അതേ പ്രകാരം ഹദ്ദാദ് റാത്തീബ് ചൊല്ലി. പിന്നെയോ
അസ്മാഉൽ ഹുസ്ന ചൊല്ലി, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് വെറുതുൽ ലത്തീഫ് ചൊല്ലി, ഇത്ര സ്വലാത്തു ഞാൻ ചൊല്ലി, ഇങ്ങനെ എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകൾ കൂടുതൽ പറയാനുണ്ട്. തിന്മയിലേക്ക് നോക്കിയപ്പോൾ ഇല്ല, ഇന്ന് ഞാൻ എൻ്റെ നാവ് കൊണ്ടൊരു കളവും പറഞ്ഞിട്ടില്ല. എൻ്റെ നാം ഉപയോഗപ്പെടുത്തി ഒരാളെയും ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടില്ല, നമീമത്ത് പറഞ്ഞിട്ടില്ല, ഹറാമുകൾ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഇല്ല ഇല്ല എന്നതാണ് പാപത്തിൻ്റെ ഭൂമികയിൽ നമുക്ക് വരുന്നതെങ്കിൽ അത് സന്തോഷിക്കാൻ വക നൽകുന്ന ഒന്നാണ്. ഇങ്ങനെയാവണം സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ നമുക്ക് വരാം, ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളുള്ളവരുടെ ദിവസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ഉണ്ടാകുന്നവരാണ്. അതേ സമയത്ത് അവർ ഈ ലോകത്തിരുന്ന് പോകാനുള്ള സമയം ആസന്നമായി കഴിഞ്ഞാൽ റബ്ബ് ആ വിവരം അവർക്ക് കൊടുക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളിൽ കൂടുതൽ സജീവമായി അവർ മുമ്പോട്ട് വരികയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവസ്നേഹ സമ്പന്നരായ കരുണകളായ ഖുർആൻ വാഹകർ, പ്രചാരകർ, മുഹിബ്ബീങ്ങൾ, ഈ സദസ്സ് ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേ അല്ലാഹ്. ഇതിലൂടെ ദുനിയാവും ആഖിറവും ഞങ്ങൾക്ക് വിജയിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ ഫുർഖാനുൽ അളീമിൽ എല്ലാവർക്കും അറിയാവുന്ന ആയത്ത് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. എല്ലാ റബീഉൽ അവ്വലിലും ഒട്ടനവധി കുട്ടികളുടെ പ്രഭാഷണ വേദിയിൽ നിങ്ങൾ കേൾക്കുന്ന ആയത്ത്. നമ്മുടെ അർത്ഥം തീർച്ചയായും നബിയെ തങ്ങൾ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഒരു സെക്കൻഡ് കൊണ്ട് നമുക്കിത് കഴിഞ്ഞു. എന്നാൽ ഈ ആയത്തിൻ്റെ പശ്ചാത്തലങ്ങൾ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ആധികാരിക ശബ്ദമായ സർവരും സുന്നത്ത് ജമാഅത്തിൻ്റെ വിരുദ്ധർ വരെ അവരുടെ പ്രഭാഷണങ്ങളിൽ പലപ്പോഴും എടുത്തുദ്ധരിക്കാറുള്ളതാണ്. തഫ്സീർ റാസി സർവാംഗീകൃത ഗ്രന്ഥമായ തഫ്സീർ റാസി ഉൾപ്പെടെ ഒട്ടുമിക്ക തഫ്സീറുകളും പറയുന്ന സംഭവം എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, നോൻ പല അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളിൽ ഒരർത്ഥം മഷിക്കുപ്പിയാണ് സത്യം, വൽ ഖലം പേനയാണ് സത്യം, വമാ യസ്തുറൂൻ അവർ വരയ്ക്കുന്ന വരികളാണ് സത്യം. എന്തിനാണ് മഷിക്കുപ്പിയും പേനയും വരികളും ഗ്രന്ഥങ്ങളുമൊക്കെ സത്യം ചെയ്യുന്നത്? വേറൊന്നും അല്ലാഹുവിലേക്ക് സത്യം ചെയ്യല്ലേ.
മഷിക്കുപ്പിയും പേനയും ഏടുകളും സത്യം ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു തആല വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സത്യം ചെയ്തെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും ഒട്ടനവധി അർത്ഥങ്ങളും ലക്ഷ്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. എന്നിട്ട് അല്ലാഹു തആല സത്യം ചെയ്ത് സ്ഥാപിക്കുന്നത് 3 കാര്യമാണ്. ഒന്ന്, മാ അൻത ബിനിഅമത്തി റബ്ബിക ബിമജ്നൂൻ. നബിയെ, തങ്ങൾക്കൊരിക്കലും മാനസിക അസ്വസ്ഥത സംഭവിക്കില്ല, തങ്ങൾക്ക് ഭ്രാന്ത് സംഭവിക്കില്ല. രണ്ടാമത്തത്, വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. തങ്ങളുടെ ആദർശവും ആശയവും ഒരു കാലത്തും അസ്തമിക്കില്ല, എക്കാലത്തും അത് ശോഭിച്ച് വരിക തന്നെ ചെയ്യും. മൂന്നാമത്തേത്, തങ്ങൾ ഏറ്റവും നല്ല സൽഗുണ സ്വഭാവമാണ്, ഏറ്റവും നല്ല സ്വഭാവമാണ്. ഇങ്ങനെപ്പോ പറയാൻ ആർക്കാ കഴിയാത്തത്? ഇപ്പം നിങ്ങളെപ്പറ്റി പറഞ്ഞൂടെ? നിങ്ങൾക്ക് എന്നെപ്പറ്റി പറഞ്ഞോളൂ. നിങ്ങളെങ്ങാൻ എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെപ്പറ്റി എൻ്റെ മക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ വാപ്പനെ പോലത്തെ വാപ്പ ദുന്യാവിൽ ആരും ഉണ്ടാവൂല. എന്തൊക്കെ പറയാനുണ്ടാവും? ഇപ്പോൾ എന്തൊക്കെ പറയാനുണ്ടാകും? എത്ര പറയാനുണ്ടാകും? അതിനെന്ത് നിലയും വലിയുള്ളത്? ആർക്കാ തൊള്ളൽ കൂടെ പറയാൻ കഴിയാത്തത്? ഇവിടെ ആരും മരിക്കാൻ കാത്ത് ലോകം കണ്ട ഏറ്റവും വലിയ അക്രമി മരിച്ചാലും അനുശോചന യോഗത്തിൽ അങ്ങ് പ്രകീർത്തിക്കുന്ന പ്രകീർത്തനങ്ങൾക്ക് യാതൊരു കണക്കും കഴിയും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു മനുഷ്യരെ ദുന്യാവിൽ ഇക്കാലം വരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയും. ചിലപ്പോൾ ഞങ്ങളെ ഹജ്ജ് യാത്രയിൽ കുറുവമ്പലം തങ്ങൾ പാപ്പ വലിയ രസികനാ. തങ്ങളെപ്പറ്റി ആരോ പറഞ്ഞ് ഇത് പ്രശ്നം എല്ലാമായ ബഹുമാനപ്പെട്ട കുറുവമ്പലം തങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തങ്ങൾ തൊട്ടടുത്ത് തങ്ങൾ ഇടിച്ചിട്ട് എല്ലാമായ എന്ന് പറയുന്നത് ഒന്നുമല്ല എന്നതിൻ്റെ അർത്ഥം. എല്ലാമായ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നും അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നേരെ വിപരീത അർത്ഥം വെക്കണം എന്ന് എല്ലാത്തിൻ്റെ അർത്ഥം. ഒന്നും പറയാൻ ചാക്കുമ്പോൾ പിന്നെ എന്തറിയില് എല്ലാം എന്ന് പറയല്. പ്രസിഡന്റും അല്ല, സെക്രട്ടറിയും അല്ല, പിന്നെ ഒന്നുമല്ല, ഏതോ ആവട്ടെ. ഇങ്ങനെ പ്രകീർത്തിക്കാൻ ആർക്കും കഴിഞ്ഞുകൂടെ? എന്നാൽ ഇത് കേവലം പ്രകീർത്തനങ്ങളല്ല, മറിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ എക്കാലത്തും നിലനിൽക്കുന്ന ലക്ഷോപലക്ഷം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിന് തെളിവ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഇത്രയും വലിയ ലക്ഷോപലക്ഷം ഗ്രന്ഥങ്ങൾ ഓരോ ദിവസവും ഓരോ ഭാഷയിലും ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് മഹബ്ബ സ്ക്വയറിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറും ബുർദയുടെ വ്യാഖ്യാനങ്ങൾ മാത്രം എത്രയുണ്ട് ലോകത്തിറങ്ങുന്നറിയോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഖ്യാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മദ്ഹ് പ്രകീർത്തനാണ് ബുർദ. ആ ബുർദയുടെ വ്യാഖ്യാനം ലോകത്ത് എത്രമാത്രം, അത് എവിടെ നിന്നെല്ലാം ശേഖരിക്കാൻ കഴിയും അതെല്ലാം ശേഖരിച്ച് പരമാവധി അത് എത്തിക്കുക എന്നതാണ് മഹബ്ബ സ്ക്വയറിൻ്റെ പ്രത്യേക ലക്ഷ്യങ്ങളിൽ ഒന്ന്. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വഭാവം ഞാനൊരൊറ്റ സംഭവം പറയട്ടെ. എന്നെ യമനിൽ ഇപ്പോൾ ഈ റബീഉൽ മുഹറത്തിൽ 3 ഇൻ്റർനാഷണൽ പ്രോഗ്രാമിൽ സംബന്ധിക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൂടെ ഭാഗ്യം ലഭിച്ചു. അതിൽ ഒന്ന് യമനിൽ മുഹറം 1 2 3 4 ദിവസങ്ങളിൽ യമനിലായിരുന്നു. ആ യമനിലെ ഒട്ടനവധി രാജ്യങ്ങളിലെ വിവിധങ്ങളായ പ്രഭാഷണങ്ങളിൽ എന്നെ ഏറ്റവും ആകർഷിച്ച പ്രസംഗം യൂറോപ്പിലെ ഒരു വലിയ പ്രാസംഗികൻ്റെ പ്രഭാഷണമായിരുന്നു. അദ്ദേഹം സമർത്ഥിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പ്രബോധകൻ, പള്ളിയിലെ ഇമാമ് എല്ലാ ദിവസവും രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് പള്ളിൻ്റെ പുറത്ത് ഇരിക്കും. അങ്ങനെ ചിരിച്ചു കൊടുക്കും. ഒരു ഏറ്റവും എഡ്യൂക്കേറ്റഡും ക്വാളിഫൈഡും ആയ ഒരാൾ ഇതിലൂടെ എന്നും രാവിലെ തൊഴിലിന് പോകുമ്പോഴൊക്കെ ഇയാൾ ഇങ്ങനെ ചിരിച്ചു കൊടുക്കും. മറ്റേ ആളാണെങ്കിലോ ഇങ്ങോട്ട് ഒട്ടിട്ട് ചിരിക്കില്ല.
ഇയാൾ കുറേ ദിവസം ഇതിങ്ങനെ, ഇയാൾക്ക് എന്താ തലക്ക് വല്ല അസുഖമുണ്ടോ? നമ്മൾ ചിരിക്കൽ രണ്ട് കാര്യത്തിലാണ് സാധാരണ ചിരിക്കൽ. ഒന്ന്, അസുഖത്തിൻ്റെ തുടക്കം ആവശ്യമില്ലാതെ ചിരിക്കല. മറ്റൊന്ന്, ചിരി എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടായാൽ, നിങ്ങളടുത്ത് നല്ല പൈസ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനൊരു നല്ലൊരു ചിരി പാസ്സാക്കും. അല്ലെങ്കിൽ വേറെ വല്ല ദുരുദ്ദേശങ്ങൾ, അശ്ലീലങ്ങളോ അല്ലെങ്കിൽ വേറെ കാമുകന്മാർ, കാമിതാക്കൾ തുടങ്ങിയവരൊക്കെ എന്താ ശരിക്കും ആ ചിരിയുടെ ഒക്കെ പിന്നിൽ എന്തുണ്ടല്ലോ, ആ പെൺകുട്ടിയെ വശീകരിക്കണം, ഈ പെൺകുട്ടിയെ വശീകരിക്കണം, ഇങ്ങനെ ദുരുദ്ദേശം ഉണ്ടായാലുള്ള എന്താ ഒരു ചിരിക്കാറുള്ളത്. അല്ലെങ്കിൽ അല്ലേ, നമ്മളെപ്പോൾ രണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചിരിക്കാറുണ്ടോ? അപ്പോൾ ഇയാളിങ്ങനെ ആലോചിച്ച്, എന്താ ഇത് ഇങ്ങനെ എന്നും എൻ്റെ മുമ്പിൽ ചിരിക്കുന്നത്, ഇയാൾക്ക് എന്താ ഇത് എന്നിന്ന് വല്ല ദുരുദ്ദേശം ഉണ്ട് എന്തുകൊണ്ടോ? അങ്ങനെ ഒരു മാസത്തോളം തുടർന്നപ്പോൾ അയാൾ ഇമാമിൻ്റെ മുമ്പിൽ വന്ന് മൊയിലെടുത്ത് മൊയിലി പള്ളിയിൽ ഇമാമിൻ്റെ അടുത്ത് വന്നിട്ട് വെച്ച്, അല്ല നിങ്ങൾ കുറേ കാലമല്ല എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ ചിരിക്കണേ, ഞാൻ നിങ്ങൾക്ക് ചിരിക്കണമില്ല, പിന്നെ നിങ്ങൾ എന്തായത് ഇന്നലെ ഇങ്ങനെ എന്നോട് ചിരിക്കണം എന്തിനാണ്? ഉടൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അതെൻ്റെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പഠിപ്പിച്ചതാണ്, ആരെ കണ്ടാലും ചിരിക്കണം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്തറ തബസ്സുമാ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം എപ്പോഴും പുഞ്ചിരി നിറഞ്ഞ മുഖമായിരുന്നു സദാസമയത്തും. മാത്രല്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അത്തബസ്സുമു സദഖ. അത്തബസ്സുമു, പുഞ്ചിരി എന്ന് പറഞ്ഞാൽ അത് സദഖയാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ എല്ലാ ദിവസവും ചിരിക്കുകയാണ്. ചിരിക്കുന്നത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, എന്തു ചോദിച്ചു, ഇങ്ങനെ ചിരിക്കാൻ കാരണം എന്താ? ആ ചോദിച്ചപ്പോൾ നേരെ അദ്ദേഹം, ഇതെൻ്റെ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചത് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഉടൻ അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ആ പ്രവാചകനെ കുറിച്ച് എനിക്ക് പഠിക്കണം, ആ പ്രവാചകനെ കുറിച്ച് എനിക്ക് പഠിക്കണം. അപ്പോൾ ഉടനെ തന്നെ പ്രവാചകരുടെ സ്വഭാവ ഗുണങ്ങൾ എഴുതിയ ഇംഗ്ലീഷിലെ ഗ്രന്ഥങ്ങൾ ആ മനുഷ്യന് കൊടുത്തു. ദിവസങ്ങളെ കൊണ്ട് അദ്ദേഹം വായിച്ചു കൊടുത്തു. പിന്നീട് അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. എന്നിട്ട് അദ്ദേഹം അന്ന് അവിടെ സമർത്ഥിച്ചിരുന്നത്, ദീനീ പ്രബോധനത്തിന് ഒരു പ്രസംഗത്തിനും ആവശ്യമില്ല, ഒരു ലേഖനത്തിനും ആവശ്യമില്ല, അത്തഖല്ലുഖു ബി അഖ്ലാഖിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ശൈലി നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളത്. മാഷാ അല്ലാഹ്, ഞാൻ അപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോകുന്നത്. സത്യത്തിൽ കുട്ടികളുടെ മുഖത്ത് നോക്കി സ്ഥിരമായി പുഞ്ചിരിക്കാൻ, കുട്ടികളുടെ മുഖത്ത് വെറും കറുത്ത മുഖം കാണിക്കുക, എങ്ങനെയാണ് ആ കുട്ടി വാപ്പയെ സ്നേഹിക്കുക? എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുക? ഒരു കാരണവശാലും കുട്ടികളോട് ചീത്ത വിളിക്കുക, അവരെ ശകാരിക്കുക, കറുത്ത മുഖം കാണിക്കുക ചെയ്യരുത്. പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഇപ്പോൾ വളരെ പ്രയാസപ്പെടുന്നൊരു ഘട്ടമാണ് പെൺകുട്ടികളിൽ പല അവിഹിത ബന്ധങ്ങളും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നഊദു ബില്ലാഹി റബ്ബേ, കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ആ പെൺകുട്ടികൾ അവല്ലെങ്കിലും സൂചന കാണുമ്പോഴേക്ക് രക്ഷിതാക്കൾ ചെയ്യുന്ന കത്തിയും വടിയും കൗത്തും എടുത്തിട്ട് അന്ന പറക്കട, അന്ന കണ്ടൻ രണ്ടാക്കട നാലാക്കട എന്ന് പറഞ്ഞിട്ട് എന്താകും അറക്കുന്ന ശൈലി. ആ കുട്ടിയിൽ മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്, ഒന്നുകൂടി അവനുള്ള സ്നേഹം കൂടി വരാൻ. ഈ കുട്ടിക്ക് ഈ വാസന എത്തിച്ചേരുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിക്കുള്ള തോന്നലാണ്, എനിക്ക് ഇവിടുന്ന് സ്നേഹം കിട്ടുന്നില്ല, വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ഒരു ഭാഗത്തുനിന്ന് സ്നേഹമാകുന്ന സ്നേഹങ്ങൾ മുഴുവൻ കിട്ടുക. സ്നേഹം കിട്ടേണ്ട വാപ്പയിൽ നിന്ന് കുട്ടിക്ക് വെറും പീഡനങ്ങൾ കിട്ടുക. സ്വാഭാവികമായി ഏതിന് തുലാസിന് തൂക്കം കൊടുക്കും? മറുതുലാസിന് തട്ടി തൂക്കം കൊടുക്കും. അവിടെ കുട്ടിയെ പരമാവധി ഇപ്പം ഇന്നലെ എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായി. ഒരു ഉപ്പ 2 ആഴ്ച മുമ്പ്, ഞാൻ ഇപ്പോൾ പോകുന്നതിന് മുമ്പ് വന്നിട്ട്, കുട്ടി അങ്ങനെയാണ്, എനിക്കൊക്കെ കേൾക്കുമ്പോൾ അല്ലാതെ വേദനിച്ച് പോവുക. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, എനിക്ക് ആ പുതിയാപ്പിളല്ലാതെ വേറെ ഇതും വേണ്ട, ഓനക്കാണ് 15 വയസ്സേ ആയിട്ടുള്ളൂ, ഒരു നിലക്കും ആ കുടുംബം യോജിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് കുറേ അങ്ങ് പറഞ്ഞു. അപ്പം ഞാനന്ന് ആ പെണ്ണെ കുറേ വിളിച്ച് ഉപദേശിച്ചിരുന്നു, നല്ല നിലക്ക് അതിൻ്റെ ഭവിഷ്യത്തുകളും ദോഷങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു.
ഇന്നലെ ആ വാപ്പ വന്നിട്ട് പറഞ്ഞ് ഞാൻ ഇപ്പോൾ സന്തോഷം പറയാൻ വേണ്ടി വന്നതാണ്, ഇപ്പോൾ അവനെ ഒഴിവാക്കിയിട്ടുണ്ട്, ഇപ്പം വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുട്ടികളെ ശകാരിക്കുക എന്നുള്ള ശൈലി ഒരിക്കലും ശരിയല്ല, ഒരിക്കലും പരിഹാരമല്ല. മറിച്ച് ഓരോന്നിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും അതൊക്കെ ചെയ്യേണ്ട കുറേ ഘട്ടങ്ങളുണ്ട്. ഞങ്ങളുടെ ഉപ്പതിനെക്കുറിച്ച് പറയാനുള്ള വാക്ക് ആദ്യം അവസാനം പറയേണ്ട വാക്ക് ആദ്യം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇപ്പം ചില പദപ്രയോഗങ്ങളുണ്ട്, ആ പദപ്രയോഗങ്ങൾ ടൺ കണക്കിന് ഇങ്ങനെ ഭാരം ഉണ്ടാവും, എന്നാലോ വേദനിപ്പിക്കുന്ന ഒരൊറ്റ വാക്കുണ്ടാവില്ല. വല്ലാതെ ദേഷ്യം പിടിച്ചപ്പോൾ 1-2 ഘട്ടത്തിൽ പറഞ്ഞ വാക്ക, ബാപ്പാര് പറഞ്ഞ് കേൾക്കാത്ത മക്കളുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അങ്ങനത്തെ മക്കളുണ്ടാകുമോ? ഇതെത്രമാത്രം ചിന്തിപ്പിക്കുന്ന വാക്ക, എന്നാലോ മനസ്സ് വേദനിപ്പിക്കൂലല്ലോ. മറ്റൊരു അവസാനം പറയേണ്ട വാക്ക് ആദ്യം എന്നോട് പറയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഒരിക്കലും എത്തിച്ചേരരുത്. അപ്പോൾ കുട്ടികളോട് ഒരിക്കലും നമ്മൾ ദേഷ്യം എന്നല്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ ശൈലി അവിടെ നിന്ന് അങ്ങ് തുടങ്ങിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തിൻ്റെ ഗുണങ്ങൾ പറയാൻ ഞാൻ സമയം തൃശ്ശൂർ കുറേ അപ്പുറത്തൊരു നിക്കാഹിന് തൃശ്ശൂർ ജില്ലാ ജമിയത്തുൽ മുഅത്തഅല്ലിമീൻ യോഗത്തിന് 10:30 എത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം എൻ്റെ സംസാരം കൂടെ ചുരുക്കുകയാണ്. അവസാനമായിട്ട് ഞാൻ കൂടെ പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചറിയാൻ ജൂതന്മാരായ പണ്ഡിതന്മാർ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണല്ലോ ആര്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവരോട് ചോദിച്ചാൽ എന്തറിയാമല്ലോ? സ്വഭാവം അറിയാമല്ലോ. നമ്മളോട് ചോദിച്ചാൽ നമ്മളെന്താ പറയുക? ഓക്കെ ഞാൻ പറഞ്ഞുതരാന്നാണല്ലോ പറയുക. പക്ഷേ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാൻ എന്നെക്കൊണ്ട് കഴിയില്ല, ഞാൻ ഇതിന് അർഹനല്ല. അതിന് ഏറ്റവും നല്ലത് നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ മുമ്പ് ഇസ്ലാമിലേക്ക് വന്നത്, എന്നേക്കാൾ കൂടുതൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അടുപ്പുള്ളത് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആണ്. ഖാദിയരും മല്ലാക്കും തമ്മിൽ അങ്ങനെയാണല്ലോ. മല്ലാക്ക് എപ്പോഴും ആരെ കൂടെ ഉണ്ടാകുമല്ലോ? ഖാദിയരെ കൂടെ ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ള അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു സദാ സമയത്തും ഒരേ മദീനയിലെ എല്ലാ ബാങ്കിലും ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലേക്ക് ആദ്യം വന്നവർ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖദീജ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒക്കെ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഇസ്ലാമിലേക്ക് വന്നവർ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സ്നേഹിച്ചവർ ആയതുകൊണ്ട് ആരിലേക്ക് ചോദിക്കുക? ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ചോദിക്കുക. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഒരിക്കലേക്ക് വന്നു. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കതിന് മറുപടി ഇടാൻ പ്രയാസമുണ്ട്, എനിക്കത് കഴിയില്ല. അതിനെന്നേക്കാൾ കൂടുതൽ അർഹത എനിക്ക് വീടിൻ്റെ പുറത്തുള്ള അവസ്ഥകളല്ലേ പറയാൻ കഴിയുള്ളൂ. വീട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയെന്നൊക്കെ അറിയണമെങ്കിൽ അള്ളാഹു റസൂൽ ഏറ്റവും സ്നേഹിക്കുന്നതാണ് ഫാത്തിമ പൊന്നു മോള്. നിങ്ങൾ ആരോട് ചോദിക്കലാ നല്ലത്? ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിക്കലായിരിക്കും നന്നാകുക. അവരൊക്കെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു മകള് ഫാത്തിമ. അങ്ങനെ ഒരു ഫാത്തിമ ബീവിൻ്റെ അടുത്ത് വന്നു. ഫാത്തിമ ബീവി വന്നപ്പം ഫാത്തിമ ബീവി പറയണ്, അതിനേക്കാൾ കൂടുതൽ അർഹത, യോഗ്യത എന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിലേക്ക് വന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിഅ്സത്തുമായി വന്നപ്പോൾ ആദ്യം ഇസ്ലാമിലേക്ക് വന്നത്, അല്ലെങ്കിൽ ചെറുപ്പത്തിലെ കുട്ടിക്കാലത്തെ മുത്തുനബിയുടെ ദത്തുപുത്രനായി വളർന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക് പോകലാ നല്ലത്. അലി അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരെ ദത്തുപുത്രനാണല്ലോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദത്ത് പുത്ര. അതിലൊക്കെ വലിയ രഹസ്യങ്ങൾ ഇതിലൊക്കെ ഉണ്ട്. അതായത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ അബൂ താലിബ. അപ്പോൾ അബൂ താലിബ് എളാപ്പയാണ്. അപ്പോൾ അബൂ താലിബിന് ഒരു വിധേയത ഉണ്ട്. അതിനു വേണ്ടി അബൂ താലിബിൻ്റെ മകനെ ആരും വളർത്തി തൂക്കം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി ആർക്കൊരു വിധേയത്തുണ്ട്. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുട്ടിക്കാലം തൊട്ടേ വളർത്തിയതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയതുകൊണ്ട് തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരെക്കുറിച്ചറിയാം? ഫാത്തിമ ബീവിയേക്കാൾ കൂടുതൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം. ഒരേ വീട്ടിൽ ഫാത്തിമ ബീവി ജനിക്കുന്നതിന് മുമ്പ് എല്ലാ രഹസ്യങ്ങളും നന്നായിരുന്നു. മാത്രമല്ല അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഞാൻ മദീനത്തിൻ്റെ ടൗണാണ്, അതിൻ്റെ മെയിൻ ഡോറ് ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഡോറില്ലാതെ വാതിലേക്ക് കടക്കാൻ കഴിയുമല്ലോ.
സ്വഹാബത്തില്ലാതെ ഇസ്ലാം മനസ്സാക്കാൻ കഴിയോ? ഞാൻ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച കടലുണ്ടിൽ ജുമാ കൂടിയപ്പോൾ ഞാൻ പള്ളിയിൽ സുന്നത്തൊക്കെ നിസ്കരിച്ച് ഞാൻ കടലുണ്ടി ജുമാ കൂട്ടി കുറച്ചായിക്കണേ. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ബാങ്ക് വിളി കേട്ട് അപ്പുറത്ത് വാങ്ങിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഞാൻ സുന്നത്ത് നിസ്കരിച്ച് തെറ്റിപ്പോയോ? ബാങ്ക് എന്തായിട്ടില്ലേ? ടൈം ആയിട്ടില്ലേ? അവൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്ത് അത് അവിടെ അപ്പം അങ്ങനെയാണ്, 20 മിനിറ്റിൻ്റെയാണ് ബാങ്ക് വിളിക്കൽ. എവിടെ? അപ്പുറത്തെ പള്ളിയിൽ 20 മിനിറ്റിൻ്റെയാണ് മുജാഹിദ് പള്ളിയിൽ ബാങ്ക് വിളിക്കൽ. അവൻ ചോദിച്ചു, ഇന്നലെ എപ്പോഴും വേച്ചപ്പോൾ? അല്ല, വേച്ച 12:15 വിളിക്കുക. ശനിയാഴ്ച എപ്പോഴാണ്? 12:15 ആണ്. ഞാൻ അപ്പം എപ്പോഴപ്പം ബാങ്ക് കൊടുക്കുന്നിട്ട് ഞാൻ ഇങ്ങനെ വന്ന് നോക്കില്ല. അവൻ എപ്പം ദുഹർ എത്രക്ക? 12:15 വ്യാഴ്ചയും ശനിയാഴ്ച 12. അപ്പം വെള്ളിയാഴ്ച 12:35 ബാങ്ക് വിളി. ഞാൻ തന്നെ മൂക്കത്ത് വിരൽ വെച്ചു. റബ്ബേ, എന്താണ് ഈ നടക്കുന്ന രംഗങ്ങളൊക്കെ? അന്ന് പിന്നെ എൻ്റെ വെള്ളിയാഴ്ച ആ പ്രസംഗം അതായിരുന്നു. ഞാൻ പിന്നെ അതിനെക്കുറിച്ചായിരുന്നു പ്രസംഗം. അഥവാ ഇവർ ഒരു കാലത്ത് പറഞ്ഞതായിരുന്നു, ഈ ജുമാക്ക് 3-ാം ബാങ്ക് 2-ാം ബാങ്ക് ആരുണ്ടാക്കിയതാണ്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ. വല്ല പ്രസംഗം കേൾക്കണ്ടേ? വല്ല പ്രസംഗം കേട്ടാൽ നല്ല പ്രസംഗം തോന്നും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ബാങ്ക് വിളിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 ബാങ്ക് വിളിച്ചിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 2 ബാങ്ക് വിളിച്ചിട്ടില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ ബാങ്കാണ് 2-ാമത്തെ ബാങ്ക്. നമ്മൾ ആരോടാ പിൻപറ്റേണ്ടത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ പിൻപറ്റേണ്ടത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണോ പിൻപറ്റേണ്ടത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണോ പിൻപറ്റേണ്ടത്? ആ കാലത്തൊന്നും ഇല്ലാത്ത ഒരു പുതിയ ആചാരം, ഒരു പുതിയ ബിദ്അത്ത്, ഒരു പുത്തനാചാരം. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. അതെല്ലാം ഒഴിവാക്കണം. കേട്ടാ? മുത്തുനബിയെക്കാളും വലിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മുത്തുനബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്നും ചെയ്യാത്തതാ ആരുണ്ടാക്കിയത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ. നമ്മൾ അതിൻ്റെ കൂടെ ആക്കണ്ടി. ആരെ കൂടെ ആക്കണ്ടി? നിങ്ങൾ ആരെ കൂടെ നിൽക്കുക? ആരെ കൂടെ നിങ്ങൾ നിൽക്കുക? ഇപ്പം മുത്തുനബിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കട്. ആരെ കൂടെ നിൽക്കരുത്? ഇതാ നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഈ പ്രസംഗം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ എത്രയോ തവണ ഈ പ്രസംഗം ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടതാ. എന്തു സംഭവിച്ചു? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജുമാക്ക് സ്വഹാബത്ത് സുബഹിയുടെ മുമ്പേ എത്തുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും സുബഹിക്ക് മുമ്പേ എത്തുമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും പള്ളി നിറഞ്ഞ് സുബഹിക്ക് മുമ്പേ എത്തുമായിരുന്നു. അതേ സ്ഥാനത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലമാകുമ്പോഴേക്ക് ആളുകൾ സ്വല്പം ആളുകൾ ചിലപ്പോഴൊക്കെ അല്പം വൈകാൻ തുടങ്ങി. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഈ അവസ്ഥ തുടർന്നാൽ 2015 2050 ഒക്കെ ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആളുകൾ എത്താത്ത. അപ്പോൾ 2 ബാങ്ക് ആവശ്യമാണ്. ഒന്ന് ജുമാക്കുള്ള ഒരു ബാങ്ക്, പിന്നെ 2-ാമത്തൊരു ബാങ്ക്. അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുമതി കൊടുത്തതാണ്. പഠിപ്പിക്കാൻ അനമദീനത്തുൽ മിവാലിയും ബാബുഹ, ഓരോ സ്വഹാബാക്കളെയും 10ഓളം സ്വഹാബാക്കൾ സ്വർഗത്തിലേക്ക് പെർമിഷൻ കൊടുത്തുകൊണ്ട് അവർ എന്ത് ജോഗത്ത് ചെയ്താലും അത് നിങ്ങൾ നടപ്പിൽ വരുത്തണമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പ്രഖ്യാപിച്ച. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ പോയി. ഞാൻ ഇല്ലാത്ത ടൈമിൽ ഇവിടെ അബൂബക്കർ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ, ബാക്കി ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വരേണ്ടത് എന്താ? തങ്ങളങ്ങനെ വരട്ടില്ല. എന്താകണത്? ഇപ്പോൾ നിങ്ങളിപ്പോൾ പറയാൻ നിൽക്കണ്ടെന്നാ പറയേണ്ടത്? എന്നാണോ പറയേണ്ടത്? പറയേണ്ടത് എന്താ? മൂപ്പരങ്ങനെ എന്താവൂല, ഉസ്താദ് പറയാതെ പറയില്ല. അപ്പോൾ അത് ഞങ്ങളത് അംഗീകരിക്കുക എന്ന ബാധ്യതയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു സംഭവം കൊടുത്ത. ഇപ്പം എന്ത് സംഭവിച്ചു വെച്ചാൽ, ഈ സെപ്റ്റംബർ ഏതാ മാസം? നവംബർ അല്ലേ? നവംബർ പോലുള്ള മാസങ്ങളിൽ ളുഹർ എത്ര മണിക്കാവും? 12:15 ആകും. അപ്പം തന്നെ മിമ്പർമ കയറിയാൽ ഒറ്റ കുട്ടിയും പള്ളിയിൽ വന്ന് ഖത്തീബ് ഖുത്ബ ഓതിയിട്ട് ഇങ്ങനെ എന്തായി പോരുന്നതിന് ശേഷമായിരിക്കും ആൾക്കാർ വരലുണ്ടാകുക. അപ്പോൾ ആദ്യം ഒരു ചെയ്തിരുന്നത്, കുറച്ച് മുമ്പൊക്കെ ഒരു ചെയ്തിരുന്നത്, ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 15-20 മിനിറ്റ് മുമ്പ് ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ എന്നിട്ട് മൈക്കങ്ങനെ മുട്ടുമായിരുന്നു. അപ്പം ഞാനൊരു ജുമാനെ ക്ഷണിച്ച് ചോദിച്ചിരി, ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ? ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ? ഇത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ? ഇത് 1975 വരെ അല്ലെ 2015 10 11 12 വരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇപ്പം മൈക്കങ്ങനെ മുട്ടല് ഇതാരി ഇതാ 11 റുവാലി. ഇപ്പോൾ ഒരു കണ്ട വിദ്യയാണ്. എന്താ സുന്നിപ്പള്ളിയിലെ ബാങ്ക് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ എന്തായിക്കണ്?
ജുമാ ആയിക്കണെന്ന് തിരിഞ്ഞാൽ പിന്നെ ഇനി രണ്ടാമത്തെ വാങ്ങി വെക്കുമ്പോഴേക്ക് ആൾക്കാരൊക്കെ ഏകദേശം പള്ളിയിൽ എന്താകുമല്ലോ എത്തുമല്ലോ. ഇനി എനിക്കറിയാനുള്ളത് ഈ സുന്നിപ്പള്ളി ഇല്ലാത്തടത്തോളം എന്താ കാട്ടുക എന്നാ. സുന്നിപ്പള്ളി ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവർ എങ്ങനെയാണ് ജുമാക്ക് ആളെ തുടങ്ങലുണ്ടാകുക? അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചത് അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാൻ ഇൽമിൻ്റെ ടൗണാണ്, ആ ടൗണിൻ്റെ മെയിൻ കവാടാണ് ആര്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. ആ കവാടത്തിലൂടെ കടന്നെങ്കിലേ കടക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഇവരെല്ലാം കൂടി ആരത്ത് വന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്ന്. ഇനി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ആരത്തേക്കാണ് മടക്കി അയക്കുക? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഊരുളക്ക് ഉപ്പേരിൻ്റെ ആളാ. ഉരുളക്ക് ചോദ്യത്തിന് അലി ഇബ്നു അബീ ത്വാലിബ് അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. ചോദ്യത്തിന് മറുചോദ്യമായിരിക്കും ഉണ്ടാകുക. എന്ത് ചോദിച്ചാലും പിന്നെ മറുപടി അപ്പോഴും പറയാൻ കഴിയില്ല. ഓരോന്ന് ചോദിച്ചാലും കുറേ അനുഭവങ്ങൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഞാൻ നിങ്ങളോട് മറുചോദ്യം വേറെ ചോദിക്കട്ടെ, ദുന്യാവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്നാ ചോദ്യം. അരി എത്രയെന്ന് ചോദിച്ചാൽ പയറഞ്ഞി എന്ന് പറഞ്ഞ മാതിരി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം ചോദിച്ചപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മറുചോദ്യം ഏത്? ദുന്യാവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ജൂതന്മാരാണല്ലോ, നിങ്ങൾ അഹ്ലു കിതാബികളാ, നിങ്ങൾ തൗറാത്തൊക്കെ എന്തായവരാണ്? വായിച്ചവരാണ്, തൗറാത്തൊക്കെ നന്നായി പഠിച്ചവരാണ്. നിങ്ങൾക്ക് തൗറാത്തിൽ എന്താ പറയാനുണ്ടാകുക? അപ്പോൾ അവർ പറഞ്ഞത് മനസ്സിലായി, ഇത് സാധാരണ ആളല്ല, ഇത് പെടുന്നുണ്ടെന്നാൻ കയ്യിൽ ആ സീക്രട്ട്, ഇതിൻ്റെ രഹസ്യം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ പറഞ്ഞു ഞങ്ങളറിയില്ല. എന്നാൽ ഞങ്ങളുടെ ഖുർആൻ ഈ വിശാലമായ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞ്, ഇപ്പം നമ്മളൊക്കെ മലപ്പുറം മുനിസിപ്പാലിറ്റിക്കാരാണല്ലോ അല്ലേ, മലപ്പുറം കുട്ടിമിക്ക പേരും അല്ലെങ്കിൽ മലപ്പുറം ജില്ലക്കാരാ. ഈ മലപ്പുറം ജില്ല മുഴുവനും കറങ്ങിയ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടോ? ഞാനിപ്പോൾ 30 കൊല്ലമായി മേൽമുറിയിൽ, ഈ മേൽമുറിയിൽ 30 കൊല്ലമായിട്ട് ഞാൻ കാണാത്ത ചേരികൾ ഇപ്പോഴും മേൽമുറിയിലുണ്ട്, കുറേ ഉണ്ട്. എന്നാൽ ഈ കാണുന്ന അതിവിശാലമായ ലോകം ഇന്ത്യ അല്ല, ലോകം മുഴുവനും അല്ല, ഈ സോളാർ സിസ്റ്റം, ഈ ഗാലക്സി, ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ ഖുർആൻ പറയുന്ന ഖലീൽ എന്താണ്? വളരെ ചെറുത്, വളരെ നിസ്സാരമെന്നാ പറയുന്നത്. ആ പറയുന്ന ഖുർആൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചാൽ, സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞ് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഏറ്റവും മഹത്തായ സ്വഭാവം നിങ്ങൾ എന്നിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. അളമത്തിൻ്റെ മാന തിരിയണോ, ഖില്ലത്തിൻ്റെ മാന മനസ്സാകണം. അഥവാ ഖലീൽ എന്താ എന്ന് മനസ്സാകുമ്പോഴേ ഏത് തിരിയുള്ളൂ? അളീം. ഈ സോളാർ സിസ്റ്റവും ഈ ഗാലക്സിയും ഈ യൂണിവേഴ്സ്, ഈ ലോകം മുഴുവനും പറയുമ്പോൾ അതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹ് എന്തേ പറഞ്ഞിട്ടുള്ളൂ? വളരെ ചെറുതെന്ന്. ആ പറഞ്ഞ അള്ളാഹു തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഏറ്റവും ഇനി ഒന്നുകൂടി നിങ്ങൾ അവിടെ മനസ്സിലാക്കാനുള്ളത്, പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും വലിയ സ്വഭാവത്തിൻ്റെ ഉടമയായിട്ട് ഞാനിപ്പോൾ നമ്മളെ കൂട്ടത്തിൽ മോശം സ്വഭാവം ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈയൊന്നിച്ചാൽ വേണ്ട. ആകെ 2-3 ആൾ കൈ പൊന്തിക്കണ്ടേ എന്നുള്ളതാണ് എന്താകണത് ആലോചിക്കുന്നത്. നമ്മളെ അവസ്ഥ അതാ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളൊക്കെ എന്തിന് ഞാനാ നല്ല സോദര, എല്ലാവരും എന്താകും? കൈ പൊന്തിക്കും. നമ്മളെ ധാരണ ആദ്യം നമുക്കുള്ള രോഗം അതാ. രോഗിക്ക് രോഗം മനസ്സിലാവണ്ടേ? അഷ്റഫുൽ ഖൽഖ് സ്ഥിരമായി ദുആ ചെയ്യുന്നൊരു ദുആയാണ് അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖിൽഖി. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. ആ അഷ്റഫുൽ ഖൽഖ് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ എന്താണ് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണെന്ന് പറഞ്ഞാൽ അഹങ്കരിച്ചിട്ടില്ല, അത് സമാധാനിച്ചിട്ടില്ല. റബ്ബിനോട് എപ്പോഴും ദ്വാരുന്നതായിരുന്നു. എന്ത് എത്രയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെക്കുറിച്ച് അല്ലാഹു തആല കേവലം പറയലല്ല, സത്യങ്ങൾ, നിരവധി സത്യങ്ങൾ, ആ സത്യങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്നും നിലനിൽക്കുന്ന സത്യങ്ങൾ. എന്നിട്ടും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദാസമയത്തും എന്തു പറയുമായിരുന്നു? അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി, എൻ്റെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്, എൻ്റെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. അപ്പം നമ്മൾ ഓരോ ദിവസവും ദ്വാരക്കേണ്ട ദ്വാണ് എൻ്റെ സ്വഭാവം. ഓരോരുത്തരും ധരിക്കേണ്ടത് ഈ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവൻ ഞാനാണെന്നാ ധരിക്കേണ്ടത്.
ഈ വിനീതം ഞാൻ ധരിക്കണം, എൻ്റെയാണ് ഏറ്റവും ഹക്കും അങ്ങനെ തന്നെയാണ്. സത്യം, ഞാൻ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട സ്വഭാവം. നന്നാകാൻ നമ്മൾ അള്ളാഹിനോട് പറയുക, നമ്മൾ നന്നാകാൻ ശ്രമിക്കുക. ആ ഘട്ടങ്ങളായി എപ്പോഴെങ്കിലും അള്ളാഹു തരുന്ന നമ്മൾ നന്നാക്കി തീർത്തെങ്കിൽ റബ്ബേ നീ നന്നാക്കി തീർക്കണേ അള്ളാഹ്. സ്വഭാവങ്ങൾ മോശമാണെന്ന് കരുതി നമ്മുടെ സ്വഭാവങ്ങളെ കൊണ്ടാണ് മുഴുവൻ നാശങ്ങളും ഉണ്ടായിത്തീരുന്നത്. റബ്ബേ നമ്മുടെ ഭാര്യ സ്നേഹിക്കാതിരിക്കുന്നത്, നമ്മളെ മക്കൾ സ്നേഹിക്കാതിരിക്കുന്നത്, അയൽവാസികൾ സ്നേഹിക്കാതിരിക്കുന്നത്, നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവൻ നമ്മുടെ സ്വഭാവം മോശമാകുന്നത് കൊണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി ഓരോരുത്തരും തീരുമാനിക്കുക. രോഗി ആദ്യം തിരിയണം രോഗമുണ്ട് എന്ന്, എങ്കിലേ ചികിത്സ നടത്താൻ കഴിയുള്ളൂ. എന്ന പോലെ നമുക്കറിയണം നമ്മുടെ ഓരോരുത്തരും എൻ്റെ സ്വഭാവം മോശമാണ്, ഞാൻ എൻ്റെ സ്വഭാവം നന്നാക്കണം. അത് നന്നാകാൻ എന്താണ് മാർഗം? അതൊക്കെ ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ പരമാവധി വായിച്ച് ഉൾക്കൊണ്ട് നിൽക്കുക. മാഷാ അല്ലാഹ്. സ്വലാത്തുകളും ഞാനിപ്പോൾ ആ മിനിയാന്ന് വന്ന അബ്ദുൽ ഹദ്ദാർ റളിയല്ലാഹു തങ്ങൾ ആ പേരമകൻ്റെ ആ സ്വഭാവവും മറ്റൊക്കെ കണ്ടപ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടു. ഈ പ്രായാധിക്യത്തിലും റബ്ബേ എന്തോ ഒരു സ്വഭാവമാണ്. നമ്മളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അത്ഭുതപ്പെടുക. റബ്ബേ നമ്മുടെ സ്വഭാവമൊക്കെ അവരെ കണ്ടിട്ട് സുലൈമാൻ ഉസ്താദ് പറഞ്ഞ വാക്ക് എന്നെ വല്ലാതെ ആകർഷിച്ചു. സുലൈമാൻ ഉസ്താദ് പറയാണ്, എനിക്ക് അബ്ദുൽ ഹദ്ദാർ റളിയല്ലാഹു തങ്ങളെ നേരെ ഓർമ്മ വന്നു പോയത്. ഞാൻ അബ്ദുൽ ഹദ്ദാർ റളിയല്ലാഹു തങ്ങളെ നേരെ എന്തായിട്ടുണ്ട് ചരിത്രം വായിച്ചിട്ട്, ആ വായിച്ചതൊക്കെയും ആരിൽ വരുന്നു? ഇവരിൽ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞത്. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ഓരോരുത്തരും ഇത് പറയും, ആ പറഞ്ഞ അയാളെ പറ്റിയ എന്നിപ്പോൾ നമ്മളെ മനസ്സിൽ അപ്പള വരിക അവനെ പറ്റിയ എന്നല്ല, ഓരോരുത്തരും എന്നെപ്പറ്റിയാണ് പറഞ്ഞു. എൻ്റെ സ്വഭാവം മോശമാണ്, ഞാൻ നന്നാക്കണമെന്ന് തീരുമാനിക്കുക. റബ്ബേ നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നീ നന്നാക്കണേ അല്ലാ, നീ നന്നാക്കണേ അല്ലാ. നമ്മുടെ എല്ലാ സംരംഭങ്ങളും നീ വിജയിപ്പിക്കണേ അല്ലാ. മാഷാ അല്ലാ. ഈ ഒരു മാസം എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാവരും ദുആ കൊണ്ട് മാഷാ അല്ലാ വിശ്വസിക്കാൻ പോലും പറ്റാത്തത് എനിക്ക് പോലും ഉൾക്കൊള്ളാൻ 3 ഇൻ്റർനാഷണൽ പ്രോഗ്രാം പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് യമനിൽ, അത് യമനിലിപ്പം വന്നവർ കുറേ ആളുകൾ നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ. 80ഓളം മലയാളികൾ ഇക്കുറി എന്തായിട്ടുണ്ട് യമനിലേക്ക് വന്നിട്ടുണ്ട്. അവർ നൽകുന്ന ഏറ്റവും വലിയ പ്രാധാന്യം ഈ മഅദിനി ബിരുദന് എന്തുകൊണ്ട് റബ്ബേ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോവാറുണ്ട്. ആ സ്വന്തം പ്രാഡോ വണ്ടിയും ഡ്രൈവറും സൗകര്യങ്ങളും സംവിധാനങ്ങളും വെച്ച് അവർ വേറൊരൊറ്റ അതിഥിക്കും ഇത്ര കൊടുക്കാത്ത രൂപത്തിൽ ഉണ്ടായി. അത് കഴിഞ്ഞ് ഷാർജയിൽ വന്നവർക്കും അറിയാം, അന്ന് അവിടെ ധാരാളം അസാസുള്ള മുഴുവൻ ആര് തന്നെയാണ് മലയാളികൾ തന്നെയാണ്. എന്നാൽ ആസ്ട്രേലിയയിലോ മലയാളികളാരും ഇല്ലല്ലോ. എന്തും പറയാമല്ലോ, ഉച്ചകോടിക്കൊക്കെ പോകുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉച്ചകോടി കണ്ണുകൊണ്ട് കാണുമെന്ന് പോലും ഞാൻ ധരിച്ചതല്ല. എന്നിട്ടല്ലേ കയറുക എന്നിട്ടല്ലേ അവിടെ പ്രബന്ധം അവതരിപ്പിക്കുക എന്നത്. അവിടെ ഞാൻ ചെന്ന് ഈ ബുക്ക് കയ്യിൽ കിട്ടിയപ്പോൾ ആ സത്യത്തിൽ ഞാൻ എന്താകുന്ന അത്ഭുതപ്പെടുന്നു. ബുക്ക് കണ്ട് മറിച്ച് നോക്കിയപ്പോൾ മാഷാ അല്ലാഹ് അതിൻ്റെ മെയിൻ പാർട്ടായിട്ട് അവർ ചേർത്തിരിക്കുന്നത് നിങ്ങൾ കാണണ്ടല്ലത്, ഇതിൻ്റെ എമ്പളാണ്. ഏതിൻ്റെ എമ്പളാണ്? ഏതിൻ്റെ എമ്പളാണിത്? മഅദിൻ അക്കാദമി പ്രാസംഗികമാരുടെ ലിസ്റ്റിൽ 3-ാമത്തെ പേജിൽ ഇത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. റബ്ബി ഇത് എന്ത് തന്നെയാണ് 5 സ്റ്റാർ ഹോട്ടലുകളും ഞാനിത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നിങ്ങൾ എന്നെക്കുറിച്ച് ഒരുപക്ഷെ കടലുണ്ടിക്കാരെക്കാൾ കൂടുതൽ അറിയുക. എനിക്ക് 52-ാമത്തെ വയസ്സാണെങ്കിൽ 22-ാമത്തെ വയസ്സിലൂടെ വന്നെങ്കിൽ 30-ാമത്തെ കൊല്ലം ഇവിടെ ആകുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ എന്ത് എന്ന് നന്നായി അറിയുന്നവർ, എൻ്റെ കൈവശം എന്തുണ്ട്? ഒന്നുമില്ല. സ്വലാത്തല്ലാതെ മറ്റൊന്നുമില്ല. ദിക്റുകൾ, സ്വലാത്തുകൾ, ദുആകൾ, നമുക്കെല്ലാ വിഷയത്തിനും അള്ളാഹുവിനോട് കൈമലർത്തുക, അള്ളാഹുവിനോട് ചോദിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിനാ വമൗലാനാ മുഹമ്മദ് സ്വലാത്തൻ തുർളീക വതുർളീഹി വതർളാ ബിഹാനാ യാ റബ്ബൽ ആലമീൻ. അർഹമുർ റഹീമായ റബ്ബേ, 10-11 വർഷമായി എല്ലാ ഞായറാഴ്ചയും ഈ പള്ളിയിൽ ഇത്തികാഫിരുന്ന്, നിൻ്റെ പള്ളിയിൽ ഇത്തികാഫിരുന്ന് റബ്ബേ നിൻ്റെ പരിശുദ്ധമായ കലാമ കയ്യിൽ പിടിച്ച് അത് കേട്ട് നന്നാകാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. റബ്ബേ നീ കബൂൽ ചെയ്യണേ റബ്ബേ. ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല, നോമ്പ് നോറ്റിട്ടില്ല, ഹജ്ജ് ചെയ്തിട്ടില്ല, ചെയ്തതൊന്നും സ്വീകരിക്കുന്ന രൂപത്തിലല്ല റബ്ബേ. ഞങ്ങൾ നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു സൽക്കറും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല റബ്ബേ. ഞങ്ങൾ ചെയ്യാത്ത തെറ്റുകുറ്റങ്ങളില്ല റബ്ബേ. ഞങ്ങളുടെ അവസ്ഥകൾ നിനക്ക് നന്നായി അറിയാമല്ല റബ്ബേ, നന്നായി നിനക്കറിയാമല്ല റബ്ബേ. ഞങ്ങളെല്ലാം
എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റബ്ബേ, പൊറുക്കണേ റബ്ബേ. റബ്ബേ, ഞങ്ങളുടെ സ്വഭാവങ്ങൾ വളരെ വളരെ മോശപ്പെട്ട സ്വഭാവമാണ് റബ്ബേ. ആരോടെന്തു പറയണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഞങ്ങളുടെ വീടുകളിൽ പ്രശ്നങ്ങളാണ് റബ്ബേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങളാണ് റബ്ബേ, എല്ലായിടത്തും പ്രശ്നങ്ങളാണ് റബ്ബേ. അതിന് കാരണക്കാർ ഞങ്ങൾ തന്നെയാണ് റബ്ബേ. ഞങ്ങളെ ഭാര്യമാരല്ല, ഞങ്ങളെ മക്കളല്ല, ഞങ്ങളുടെ സ്റ്റാഫുമാരല്ല, ഞങ്ങളുടെ തൊഴിലാളികളല്ല, ഞങ്ങളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് റബ്ബേ. ഞങ്ങളുടെ സ്വഭാവം നീ നന്നാക്കണേ അല്ലാ, ഞങ്ങളുടെ സ്വഭാവം നീ നന്നാക്കണേ അല്ലാ റബ്ബേ. ഞങ്ങൾക്ക് ക്ഷമ നീ നൽകണേ അല്ലാ റബ്ബേ. തെറ്റിന് തെറ്റുകൊണ്ട് പ്രതികരിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ. ഞങ്ങൾക്ക് വിശാല മനസ്കത ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എല്ലാവരും ഉൾക്കൊള്ളാനുള്ള സന്മനസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എല്ലാവരും സ്നേഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. പകരം ഞങ്ങളിനി ഇഷ്ടം വെക്കുന്നവരാക്കണേ അല്ലാ, പകരം ഞങ്ങളിനി ഇഷ്ടം വെക്കുന്നവരാക്കണേ അല്ലാ. ദുനിയാവാഖിറം നീ വിജയിപ്പിക്കണേ അല്ലാ. കടങ്ങൾ നീ വീട്ടിത്തരണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനത്തിൻ്റെ കടങ്ങൾ നീ വീട്ടണേ അല്ലാ, സ്ഥാപനത്തിൻ്റെ കടങ്ങൾ നീ വീട്ടണേ അല്ലാ റബ്ബേ. ഞങ്ങൾ പലതും മനസ്സിലുണ്ട് റബ്ബേ. ഞങ്ങൾ മഹബ്ബ സ്ക്വയർ പ്രഖ്യാപിച്ചു റബ്ബേ. അത് പൂർത്തീകരിക്കാൻ നിന്റെ ഖജനാവല്ലാതെ ഞങ്ങൾക്കൊന്നുമൊന്നും കൈവശമില്ല റബ്ബേ. റബ്ബേ, ഞങ്ങൾക്ക് ഏതെങ്കിലും ബാങ്ക് പലിശ എടുക്കില്ല റബ്ബേ, ലോൺ എടുക്കില്ല റബ്ബേ. ഞങ്ങൾ അങ്ങനത്തെ ഒരു മാർഗം ഞങ്ങൾ ചിന്തിക്കില്ല റബ്ബേ. ഞങ്ങൾ പകരം നിന്റെ ഖജനാവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു റബ്ബേ. നിന്റെ ഖജനാവിലേക്ക് ഞങ്ങൾ കൈനീട്ടുന്നു റബ്ബേ. നിന്റെ ഖജനാവിൽ നാര് ഞങ്ങളിലേക്ക് മനസ്സ് തുറക്കുന്നു, അവർക്ക് നീ എല്ലാ ലക്ഷ്യവും നൽകണേ റബ്ബേ. ഇന്നലെ അകത്തി ഉസ്താദിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ വാപ്പ 15 പോയിന്റിൻ്റെ കാശ് കയ്യിൽ നൽകുന്നത് അതുപോലെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകൾ റബ്ബേ. അവർക്ക് ഖൈർ ബർക്കത്ത് നീ ധാരാളം നൽകണേ അല്ലാ. ദുനിയാവാഖിറം നീ വിജയിപ്പിക്കണേ അല്ലാ റബ്ബേ. ശാരീരികവും മാനസികവും പൈശാചികമായ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണേ അല്ലാ. സ്വാലിഹായ സന്താനങ്ങൾ നൽകണേ അല്ലാ. മക്കൾക്ക് ഒരു വീട്ടിലും നീ വിജയം നൽകണേ അല്ലാ. പരാജയം നീ നൽകല്ല അല്ലാ. ഒരിടത്തും അധോഗതി നൽകല്ല അല്ലാ റബ്ബേ. ആക്സിഡന്റ് അപകടങ്ങൾ പെടുത്തല്ല അല്ലാ. ധാരാളം ആളുകൾ ഉംറ ആഗ്രഹിക്കുന്നു റബ്ബേ. പലവരും ഞങ്ങളുടെ കൂടെ ബുക്ക് ചെയ്തവരുണ്ട് റബ്ബേ. അവർക്ക് നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി സർവസ്വം സമർപ്പിക്കുന്ന 30 വർഷമായി വിനീതൻ ഇവിടെ വന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം ഉറച്ചു നിന്ന താങ്ങും തണലുമായി ശരീരവും മനസ്സും സമ്പത്തും ഒന്നിച്ച് തീരെഴുതി തന്ന എത്ര നല്ല നല്ല മനസ്സിൻ്റെ ഉടമകളാണ് ഈ കൂട്ടത്തിലുള്ളത് റബ്ബേ. പലരും ഇന്നും മക്ബറകളിലാണ് റബ്ബേ. കോണാമ്പാറ പള്ളിയുടെ മക്ബറയിലും ആലത്തൂർ പള്ളിയുടെ മക്ബറയിലും അതുപോലെ തന്നെ പാറമ്പല പള്ളി മക്ബറയിലും മലപ്പുറത്തെ മക്ബറയിൽ നിരവധി മക്ബറകളിൽ മരിച്ചു കിടക്കുന്നു റബ്ബേ. പേര് പറഞ്ഞാൽ തീരില്ല റബ്ബേ. ആ ഖബറുകളൊക്കെ നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണം ഭക്ഷിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ഈ സ്കൂൾ ഓഫ് ഖുർആന്റെ സദസ്സിൽ വന്നവർ മരിച്ചവരുണ്ട് റബ്ബേ. ഖബർ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. 50ഉം 60ഉം 70ഉം കഴിഞ്ഞിട്ടും സ്ഥിരമായി വിദൂരത്ത് നിന്ന് 10ഉം 20ഉം 25ഉം 30ഉം കിലോമീറ്റർ കഷ്ടപ്പെട്ട് വരുന്നവരുണ്ട് റബ്ബേ. അവർ വെക്കുന്ന ഓരോ കാൽപാദങ്ങൾക്കും ഹസനാത്തുകൾ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ കുട്ടികൾ ഈ ദൗത്യവുമായി വീടാന്തരം കയറുന്നുവെങ്കിൽ അവർ വെക്കുന്ന ഓരോ കാൽപാദങ്ങൾക്കും നീ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കണേ അല്ലാ. സയ്യാത്തുകൾ മായ്ച്ചു കളയണേ അല്ലാ. പകരം അവർക്ക് നല്ല ഒരു ഭാവി നീ നൽകണേ അല്ലാ. നല്ലൊരു സ്ഥാനത്ത് നീ എത്തിക്കണേ അല്ലാ. അത് കണ്ട് ആസ്വദിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ആസ്വദിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ദുനിയാവാഖിറം നീ വിജയിപ്പിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لآبائنا وأمهاتنا وأساتذتنا يا غافر المذنبين وارحمنا وإياهم برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. يا الله الرحيم يا الله الملك يا الله القدوس يا الله السلام يا الله